ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇന്ന് എന്തൊക്കെ സന്തോഷങ്ങളാണ്, ശുഭവാർത്തകളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. വേൾഡ് ആണ് വന്നിരിക്കുന്നത്. വേൾഡ് എന്ന് പറയുമ്പോൾ നമ്പർ 11 ആണ്. അപ്രീസിയേഷൻ ആണ് വന്നിരിക്കുന്നത്. നമ്പർ 6. envy. ഒന്ന് കാർഡ്സ് എടുക്കാതെ ഇത് നമുക്ക് ഒറാക്കിൾ കാർഡ്സ് എടുത്തു, പിന്നെ നമുക്ക് ടാരോ കാർഡ്സ് എടുത്ത് റെഡി ചെയ്യാവേ. The garden at the gate. Contract. ബോട്ടം വന്നിരിക്കുന്നത് ഡോർ ടു വാല്യൂ ആണ്. ഡോർ ടു വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ സാമ്പത്തികം നിങ്ങൾക്ക് പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആർക്കൊക്കെ സാമ്പത്തികം കിട്ടാൻ പോകുന്നു. 3+1 9 4 ആണ്. 3+1 4 ആണ്. സ്റ്റെബിലിറ്റി ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, സാമ്പത്തികം വരുമ്പോൾ സ്റ്റെബിലിറ്റി ഉണ്ടാകുമല്ലോ അല്ലേ. സാമ്പത്തികം എന്ന് പറയുമ്പോൾ എന്താണ്, റൂട്ട് ചക്രയെ ബേസ് ചെയ്തുള്ളതാണ്. അപ്പൊ ഈ ഒരു റൂട്ട് ചക്ര എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മനസ്സിലായോ? അപ്പോൾ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിനൊക്കെ എന്താണ്, സ്ഥിരതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്ന ഈ സാമ്പത്തികം സ്ഥിരതയുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരു അടിസ്ഥാന ഭദ്രത ലഭിക്കുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാമ്പത്തികം, ലഭിക്കാനുള്ള ജോലിയാവാം, സാമ്പത്തികമായി മറ്റ് വരുമാന മാർഗങ്ങൾ ഒക്കെയും നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. മനസ്സിലായി? ഇത് എത്തി വരികയാണ്, നിങ്ങൾക്ക് വാതിൽക്കൽ തന്നെ ഉണ്ട്. ഇത് മനസ്സിലായി? എത്തണമെങ്കിൽ ഇനി കുറച്ചൊരു ദൂരം കൂടെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അടുത്തു വരെ എത്തിയിട്ടുണ്ട്. സാമ്പത്തികപരമായ സൗഭാഗ്യങ്ങൾ, സമൃദ്ധി ഒക്കെയും നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി മറ്റു ചില കാര്യങ്ങളും കൂടെ നിങ്ങളോടൊപ്പം തന്നെ വരുന്നു എന്ന് കാണുന്നുണ്ട്. മറ്റു ചില സ്നേഹം, ബന്ധം ഒക്കെ വരുന്നുണ്ട്. ആങ്സൈറ്റിയാണ് തൊട്ട് താഴെ വന്നിരിക്കുന്നത്. ആർക്കൊക്കെയോ എന്തെല്ലാം കാര്യങ്ങളില്ല, ഒരുപാട് കാര്യങ്ങളിൽ ആങ്സൈറ്റി. കാരണം ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടുമോ, ഇനി ജോലി നോക്കിയിരിക്കുന്ന ജോലി ലഭിക്കുമോ, സാമ്പത്തികം ലഭിക്കുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇവിടെ ഒരുപാട് ആകാംക്ഷപ്പെട്ടിരിക്കുന്നു. അല്ല എങ്കിൽ വിചാരിക്കുന്ന വ്യക്തികൾ വന്നു ചേരുമോ, ഇനി മറ്റ് പല കാര്യങ്ങളും പല സാഹചര്യങ്ങളെ മനസ്സിൽ ഓർത്തിട്ടുണ്ടാവാം, അതൊക്കെ വന്നു ചേരുമോ എന്നുള്ളൊരു ആകാംക്ഷയാണ് ഇവിടെ കാണുന്നത്. ഈ ആകാംക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഇവിടെ അത് വന്നു ചേരുമെന്നുള്ള റിസൾട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ വേൾഡ് ആണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ സഫലമാകുന്നു എന്നുള്ളതാണ്. മനസ്സിലായി? 11 ആണ് നമ്പർ വന്നിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സഫലമാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ സ്വപ്നം കണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ യാഥാർത്ഥ്യമാവാൻ പോകുന്നു. നിങ്ങൾക്കൊരു പുതിയ ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു പുതിയ ലൈഫാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഡോർ ടു വാല്യൂ അല്ലേ കണ്ടത്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇവിടെ പലർക്കും പുതിയ ലൈഫിലേക്ക് പോകാനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത്.
ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, സ്വപ്നങ്ങളൊക്കെ സഫലമാകുന്ന എനർജിയാണ്. ജോലി ലഭിക്കുക, അല്ലെങ്കിൽ സാമ്പത്തികം ലഭിക്കുക, ഇതൊക്കെ നമ്മൾ പറയുന്നത് പോലെയല്ല. നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങൾ അതിനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണോ അത് സ്വീകരിക്കാൻ? നിങ്ങൾ എല്ലാ ദിവസങ്ങളും പറയേണ്ടത് എന്താണ്? എൻ്റെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ സഫലമാകാൻ തുടങ്ങുന്നു. മനസ്സിലായി? ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ എന്നിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നു. ആ സ്വപ്നം എനിക്ക് യാഥാർത്ഥ്യമാകാൻ ഇനി അധികം സമയമില്ല, അത് എന്നിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ എപ്പോഴും പറയേണ്ടത്, എപ്പോഴും ആഗ്രഹിക്കേണ്ടതാണ്. അതിനെ നമ്മൾ സ്വീകരിക്കാനായിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി ഞാൻ തയ്യാറെടുത്തിരിക്കുന്നു. മനസ്സിലായി? ഇതൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. ഐ ആം സക്സസ്, ഐ ആം അബണ്ടന്റ്. എല്ലായ്പ്പോഴും മനസ്സിൽ വളരെയധികം പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. മനസ്സിലായ? അസൂയൊന്നും ആരോടും തോന്നാൻ പാടില്ല. ഇവിടെ അപ്രീസിയേഷൻ ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? നിറഞ്ഞ മനസ്സോടുകൂടി ആരെയെങ്കിലും നിങ്ങളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് നോക്കൂ, ഒന്ന് പുകഴ്ത്തി നോക്കൂ. കുറച്ചൊന്ന് നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. ആരുടെയെങ്കിലും നല്ല പ്രവർത്തികൾ കണ്ടിട്ട് അതിനെക്കുറിച്ചൊരു നന്മ പറയാൻ ശ്രമിക്കുക. ആ നന്മ പറയുന്ന നല്ല വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്നും വരുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്. നിങ്ങളുടെ ഹൃദയം എങ്ങനെയുള്ളതാവണം? പരിശുദ്ധമാകണം. അപ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് നല്ല വാർത്തകൾ വരാൻ തുടങ്ങുന്നത്, നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറയാനും സാധിക്കുന്നത് അപ്പോൾ മാത്രമാണ്. ആരുടെയെങ്കിലും എന്തെങ്കിലും പ്രവർത്തികൾ, ഓഫീസിലായാലും നിങ്ങൾക്ക് നല്ല വിധത്തിലുള്ള പ്രവർത്തികൾ ആരെങ്കിലും ചെയ്യുന്നു എന്ന് കാണുമ്പോൾ അവിടെ നിങ്ങൾക്കൊന്ന് കൊള്ളാം, നന്നായിരിക്കുന്നു എന്നൊന്ന് അഭിനന്ദിച്ചാൽ ഏറ്റവും നല്ലതാണ്. അത് വളരെയധികം അസൂയയില്ലാത്ത ഒരു എനർജിയിൽ പറയണം. അത് അങ്ങനെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. 2-3 ദിവസം കഴിയുമ്പോൾ നിങ്ങളിലേക്ക് ആരെങ്കിലുമൊക്കെ ഇതേ വാക്കുകൾ പറയാനിടയാവും. കാരണം ഈ ഒരു എനർജി നിങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായിട്ടാണ് വരുന്നത് എങ്കിൽ, നമ്മൾ ആരുടെയെങ്കിലും എന്തെങ്കിലും കണ്ട് നമ്മൾ അസൂയ പഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അവർക്കത് വരട്ടെ, നല്ല കാര്യം എന്ന് നമ്മളത് നല്ലതായിട്ട് തന്നെ വേണം വിചാരിക്കാൻ. മനസ്സിലായോ? അസൂയ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് വന്ന് ചേരത്തില്ല. നമ്മളിലേക്ക് നെഗറ്റീവ് എനർജിയാണ് നിറഞ്ഞു നിൽക്കുന്നത്. എന്ത് കണ്ടു കഴിഞ്ഞാൽ സന്തോഷമായിട്ടിരിക്കുക. സന്തോഷം. മറ്റൊരാളിനൊരു നന്മ വരുന്നു, അവരുടെ മിടുക്കുകൊണ്ടല്ലേ, അവരുടെ കഴിവ് കൊണ്ടല്ലേ അവർക്കത് ചെയ്യാൻ സാധിച്ചത്. ഓഫീസിലൊരു ജോലി ചെയ്തു, അവരുടെ സാമർഥ്യം കൊണ്ടാണ്, അവരുടെ കഴിവാണത്. അല്ലെങ്കിൽ അവരത് പ്രയത്നിച്ചിട്ടാണ് അത് നേടിയെടുത്തത്. അപ്പൊ നമ്മളത് കണ്ട് അസൂയപ്പെടുകയല്ല ചെയ്താ, കൊള്ളാം, നന്നായിരിക്കുന്നു, നീ മിടുക്കിയാണ്, അല്ലെങ്കിൽ നീ മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. തോളിൽ തട്ടി ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. അത് ഏറ്റവും നല്ല ഒരു പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്നതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയ ഒരു എനർജി അങ്ങ് മെർജിങ് ആവും. മനസ്സിലായി? അപ്പോൾ നിങ്ങൾക്കും അതിൻ്റെതായ സന്തോഷമുണ്ടാവും. നിങ്ങളുടെ ഹാർട്ട് ചക്രയെ ഒന്ന് ആക്റ്റീവ് ആകാൻ തുടങ്ങുക. അപ്പോൾ നിങ്ങളിലേക്ക് മറ്റുള്ളവരുടെ സന്തോഷം ലഭിക്കും. മനസ്സിലായി? കണ്ടില്ലേ അവരത് അങ്ങനെ പറഞ്ഞത്? അവരുടെ മനസ്സിലൊന്നും ഇല്ലാഞ്ഞിട്ടല്ലേ, കളങ്കമില്ലാഞ്ഞിട്ടാണല്ലോ അവരതങ്ങനെ പറഞ്ഞത് എന്നൊക്കെ മറ്റുള്ളവർക്കും തോന്നും അത് കേൾക്കുമ്പോൾ തന്നെയും. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഉയർത്തപ്പെടും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് ഇവിടെ മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ മാറ്റം വരികയാണ്. നിങ്ങളുടെ സ്വഭാവത്തിന്, ചില കാര്യങ്ങൾക്ക്, നിങ്ങളുടെ കഴിവിൽ ഒക്കെ ഒന്ന് മാറ്റം വരുന്നുണ്ട്. ഇവിടെ തന്നെ നിങ്ങൾ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിട്ട് നല്ല ഒരു ലൈഫിലേക്ക് പോകുന്ന പോലെയാണ് ഇവിടെയും കാണുന്നത്. വേൾഡ് കാർഡ് അതാണ് വന്നിരിക്കുന്നത്. ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നു, ചില സ്വപ്നങ്ങൾ സഫലമാകുന്നു, ആഗ്രഹങ്ങൾ സഫലമാകുന്നു. എന്നിട്ട് മുൻപോട്ട് എല്ലാ കാര്യങ്ങളിലേക്കും ഇറങ്ങി പുറപ്പെടാൻ സാധിക്കുന്നു. പുതിയൊരു ലൈഫ് തന്നെ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ സ്വപ്രയത്നം കൊണ്ട് ആ ഒരു കഴിവ്, നിങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ട് നിങ്ങൾ ആർജിച്ചെടുക്കുന്നു പല വിജയവും. അങ്ങനെ ആ വിജയത്തിൽ നിങ്ങളെ അഭിനന്ദിക്കാൻ ഒരുപാട് പേരുണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എൻവിയാണ്. എൻവി എന്ന് പറയുമ്പോൾ ഈ ഒരു വിജയമൊക്കെ കാണുമ്പോൾ അസൂയുള്ള പല ആൾക്കാരും ഉണ്ടാവും. കണ്ടല്ലേ? അസൂയയുടെ ദൃഷ്ടികൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണേറ്, ദൃഷ്ടിദോഷം ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാം. അങ്ങനെ വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിസ്സാരമായ തലവേദന ഉണ്ടാവാം, ചിലപ്പോൾ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഒന്നിനും ഒരു ഉഷാറില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവാം. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇവിടെ അതാണ് വന്നിരിക്കുന്നത്, എന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആർക്കെങ്കിലുമൊക്കെ നിങ്ങളോട് അസൂയ തോന്നാനുള്ള ഒരു എനർജി ഉണ്ട് ഇവിടെ. തീർച്ചയായും വരുമല്ലോ. എല്ലാവർക്കും ഒരാളുടെ മിടുക്ക് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ അവാർഡ്, റിവാർഡ്, അല്ലെ സ്കോളർഷിപ്പ്, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നു ചേർന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ എനർജി അല്ലല്ലോ. പല ആൾക്കാരും അപ്രീഷിയേറ്റ് ചെയ്യും, പലരാണെങ്കിലും അസൂയപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്ന കണ്ടില്ലേ. പലർക്കും ഒരു ശത്രുത തോന്നാം, വിദ്വേഷം തോന്നാം.
പക്ഷെ അവരതും പ്രകടിപ്പിക്കുകയില്ലായിരിക്കും, മാറി നിന്ന് കുറ്റം പറയുന്ന എനർജി. അങ്ങനെയാണല്ലോ പലരുടെയും സ്വഭാവം, അല്ലേ? നമ്മളെ അടുത്ത് കാണുമ്പോൾ നല്ല പഞ്ചാര വാക്കുകൾ പറയും, മാറി നിന്നിട്ടോ നമ്മളെക്കുറിച്ചുള്ള മറ്റ് നെഗറ്റീവ് എനർജി, നെഗറ്റീവായിട്ടുള്ള സംസാരം നടത്തും. ഇങ്ങനെയാണ് മിക്കവാറും ലോകത്തിന്റെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ കുറച്ചുകൂടിയൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവണം. അപ്പോൾ ഇങ്ങനെ മാറ്റം വന്നു കഴിയുമ്പോഴാണ് നിങ്ങളുടെ ഹൃദയം ശുദ്ധമാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സാമ്പത്തികപരമായിട്ടും മറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അഭിവൃദ്ധി ഉണ്ടാവുന്നതായിട്ടുമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഇവിടെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു, ഹാപ്പി ഫാമിലിയിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമ്പർ 4 ആണ് വന്നിരിക്കുന്നത്, അല്ലേ? ഇവിടെ നമ്പർ 4 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡോർ ടു വാല്യൂ എന്ന് പറയുന്ന കാർഡ് നമ്പർ 4 ആണ്. 44, 444 ഒക്കെ കാണുന്നവരുണ്ടായിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി തരുന്നതാണ്. അങ്ങനെ വളരെയധികം സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ അസൂയ, വിദ്വേഷം ഒന്നും ഏറ്റുവാങ്ങാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. മനസ്സിലാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അസൂയപ്പെടുത്തുന്ന വിധത്തിൽ നിങ്ങൾക്കൊരു വളർച്ച ഉണ്ടാകുന്നു, നിങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നു. അത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതാണ് പറയുന്നത്. നിങ്ങളെ ആരെങ്കിലും ഒന്ന് അഭിനന്ദിക്കുന്നത് ഇഷ്ടപ്പെടാത്ത എത്രയോ പേരുണ്ട്. അതുകൊണ്ടാണ് അതിവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഹാപ്പി ഫാമിലിയാണ് വന്നിരിക്കുന്നത്. സന്തോഷകരമായ ഒരു ഫാമിലിയിലേക്ക് പോകാൻ സാധിക്കുന്നു മുന്നോട്ട്. ഈ ഒരു സമയത്ത് എവിടെയെങ്കിലും ചിലപ്പോൾ യാത്ര പോകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ എൻജോയ് ചെയ്യാനുള്ള ആഗ്രഹം, ഫാമിലി ഒത്തുചേർന്ന്. ഫാമിലി ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് അവസ്ഥയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ തീർച്ചയായിട്ടും അവർ ഒത്തുചേരാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നു ഇവിടെ എന്ന് കാണുന്നുണ്ട്. ഒത്തുചേരാനുള്ള സാധ്യത ഇവിടെ കാണുന്നു. അങ്ങനെ ഒത്തുചേർന്നിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് നമ്പർ 3 ആണ്, ദ ഗാർഡൻ ആൻഡ് ദ ഗേറ്റ്. വളരെയധികം ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അബണ്ടൻസിലേക്ക്, പ്രോസ്പെറിറ്റിയിലേക്കൊക്കെയാണ് നിങ്ങളിവിടെ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഇതിൽ ബട്ടർഫ്ലൈസ് ഉണ്ട്, ഇഷ്ടംപോലെ നമ്മുടെ വീട്ടുമുറ്റത്ത് ചെടികൾ ഒക്കെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച. വളരെയധികം സന്തോഷം തരുന്ന ഒരു എനർജിയാണത്. അവിടെ നിങ്ങൾക്ക് സമൃദ്ധി വരുന്നു എന്നുള്ളതാണ്. ഈ സമൃദ്ധി നിങ്ങൾക്ക് ഡിവൈനായിട്ട് തരുന്ന സമൃദ്ധിയാണ്. അതാണ് ഇവിടെ നമ്പർ 3 വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ്. അപ്പൊ ഈ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ വരാനുള്ള സമയമായിരിക്കുന്നു എന്ന് പറയാം. ഈ സന്തോഷം അനുഭവിക്കാനുള്ള സമയമായിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഒരു നീതി, ഒരു ദൈവികമായ ഒരു നീതി നിങ്ങൾക്ക് ഉറപ്പാക്കാനുള്ള സമയമായിരിക്കുന്നു. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. എന്നി മാത്രമേ ഉള്ളൂ കുറച്ച് നെഗറ്റീവായിട്ട് വന്നിരിക്കുന്നു. അത് ഏതൊരു ഫീൽഡിലായാലും ഉണ്ടാകുമില്ല. നമ്മൾ ജോലി ചെയ്യുന്നിടത്തായാലും, നമ്മുടെ സമൂഹത്തിലായാലും, നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിലായാലും, അതുപോലെ തന്നെ മറ്റ് നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ നമ്മളോട് അസൂയുള്ള ആൾക്കാർ, അല്ലേ? അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അസൂയ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ ഭാഗത്തേക്ക് അടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള വ്യക്തികളോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറുന്നത് വളരെയധികം നന്നായിരിക്കും. മനസ്സിലായോ? നമ്മളൊരു നല്ല ഡ്രസ്സ് ഇട്ട് ഒരിടത്ത് പോയി കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കയറുമ്പോൾ തലവേദനയായി. എന്തുകൊണ്ടാണ്? മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം. അത് പെട്ടെന്നാണ്, അത് ഫലിക്കും, അത് സത്യമാണത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഒരുങ്ങി ഒരു വഴിക്ക് പോവുക, അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്ബന്ധമുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കാണും നമ്മളുടെ സന്തോഷം, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ വളരെയധികം സന്തോഷിച്ച് എല്ലാവരോടും സംസാരിക്കും. കാരണം ഉള്ളിലെ വിഷമം ആരെയും കാണിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷേ മറ്റുള്ളവർ അത് തെറ്റിദ്ധരിക്കും. അങ്ങനെയും ദൃഷ്ടിദോഷം ഉണ്ടാവാം. ഓ, ഇവരങ്ങ് എപ്പോഴും സന്തോഷത്തിലാണല്ലോ എന്ന്. അങ്ങനെയൊന്ന് ആരുടെയെങ്കിലും മനസ്സിൽ, ഒരു ശത്രുവിന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയാലും മതി, പെട്ടെന്നാണ് നമുക്കിവിടെ അതിൻ്റെതായ എഫക്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ഒന്ന് സൂക്ഷിക്കണം. ഇവിടെ നിങ്ങൾക്ക് ദൈവികമായ സപ്പോർട്ട് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണുന്നത്. ടാരോ കാർഡ്സ് കൂടെ ഇന്ന് നോക്കാവേ.
നൈറ്റ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. മൂൺ കാർഡ് വന്നിരിക്കുന്നു. ത്രീ ഓഫ് വാൻസ്, സെവൻ ഓഫ് പെൻറ്റക്കിൾസ്, സ്ട്രെങ്ത്, ഇവിടെ ദ സൺ കാർഡാണ് വന്നിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. എന്തൊക്കെയോ ആഗ്രഹിക്കുകയാണ്, മറ്റുള്ളവരെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, മറ്റുള്ളവരോടൊക്കെ സ്നേഹം തുടങ്ങുന്ന എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത്. നിങ്ങൾക്ക് ആരോടും പതിവില്ലാത്ത വിധത്തിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടും പ്രത്യേകിച്ചൊരു അസൂയ, ദൃഷ്ടിദോഷം അങ്ങനെയൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിക്കാനേ അറിയാവുള്ളൂ. കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹിക്കാൻ പഠിച്ച ആൾക്കാരാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ നിഷ്കളങ്കമായ ഒരു എനർജിയിൽ ഇരിക്കാനാണ് നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നുമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇവിടെ എന്നി വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം എടുത്തുചാടിയുള്ള പ്രവർത്തനം. പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, എന്തെങ്കിലും കേൾക്കുമ്പോൾ പെട്ടെന്ന് ധൃതി പിടിച്ചിട്ടോ ഭയങ്കര ഫാസ്റ്റിലാണ്. അപ്പൊ ധൃതി പിടിച്ചിട്ടൊരു കാര്യവും തീരുമാനത്തിലെടുക്കാൻ പാടില്ല. മനസ്സിലായി? ഒരു കാര്യവും ധൃതി പിടിച്ച് തീരുമാനിക്കരുത്. അവിടെ എന്താണ്, അവിടെ അതിനൊരു സഫലത വരില്ല. അതാണ് നമ്മുടെ വേൾഡ് കാർഡാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ആഗ്രഹ സഫലീകരണം നടക്കുന്നു. അപ്പോൾ അങ്ങനെ ആഗ്രഹ സഫലീകരണം നടക്കണമെങ്കിൽ എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബുദ്ധിപൂർവ്വം ചിന്തിക്കൂ, ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കൂ എന്നുള്ളതാണ് മൂൺ കാർഡാണ്. കണ്ടില്ലേ, എടുത്തു ചാടി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇവിടെ ഈ മൂൺ കാർഡ് വന്നിരിക്കുന്നത്. കാരണം പിന്നീട് ആകാംക്ഷയാണ്, പിന്നീട് പേടി, ഇല്യൂഷനിൽ പെടുന്നു, ഇല്ലാത്തതുണ്ട് എന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ്? ബുദ്ധിപൂർവ്വം ചിന്തിച്ചല്ല തീരുമാനം എടുത്തിരിക്കുന്നത്. ആകാംക്ഷ, ആൻസൈറ്റി ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? അവിടെ തീരുമാനമെടുത്തത് ശരിയായിട്ടില്ല. അതുകൊണ്ട് എല്ലായ്പ്പോഴും ധൃതി പിടിക്കാൻ പാടില്ല. ഒരു കാര്യത്തിന് നിങ്ങൾ ധൃതി പിടിക്കാൻ പാടില്ല. ബുദ്ധിപൂർവ്വം ആലോചിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആലോചിച്ച് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഇവിടെ ഭയമാണ്. മനസ്സിലായോ? എന്താണ് സംഭവിക്കാൻ പോകുന്ന ആകാംക്ഷ ഒക്കെ അനുഭവിക്കുന്ന എനർജിയാണ്. അതുകൊണ്ട് എപ്പോഴും ബുദ്ധിപൂർവ്വം ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഭയത്തിൽ ഉൾപ്പെടേണ്ട കാര്യമില്ല. ഭയത്തിൽ ഇരിക്കേണ്ട, ഭയം അനുഭവിക്കേണ്ട യാതൊരു കാര്യവുമില്ല. മനസ്സിലിവിടെ യാഥാർത്ഥ്യത്തിലേക്ക് വരൂ. ഇല്യൂഷനിലാണ്, മായയിലാണ്. ഇപ്പോൾ ഇല്ലാത്തത് ഉണ്ടെന്ന് വിചാരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായി? ഇവിടെ ധൃതി പിടിച്ച് തീരുമാനം എടുത്തോണ്ട് അയ്യോ എനിക്കത് സാധിക്കത്തില്ല. ഒരു എക്സാമിനേഷൻ എഴുതാൻ പോയി, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പോയി ആ ധൃതി പിടിച്ച് എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ പിന്നീട് വിചാരിക്കുകയാണ് അയ്യോ അങ്ങനെ വേണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ പിന്നീട് വിചാരിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. പിന്നെ അതിന് പാസ്സാകുമോ എന്നുള്ള ആകാംക്ഷ, അതാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഈ ആകാംക്ഷപ്പെടുന്നത് പോലെ ചിലപ്പോൾ സംഭവിക്കണമെന്നില്ല. അതുകൊണ്ട് ധൈര്യമായിരിക്കൂ. ഇവിടെ ചേഞ്ച് ആവും. മൂണിന്റെ എനർജി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആവുന്ന എനർജിയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നല്ലൊരു ചേഞ്ച് വരും നിങ്ങളുടെ ജീവിതത്തിൽ എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെയോ ത്രീ ഓഫ് വാൻസ്, എന്തിനു വേണ്ടി കാത്തു നിൽക്കുകയാണ്, അത് വരും നിങ്ങൾക്ക്. മനസ്സിലായോ? ഇവിടെ നിങ്ങൾ തീരുമാനമെടുത്തുകൊണ്ട് ഒരു കാര്യം വരാനായിട്ട്, ചില വ്യക്തികൾ വരാനായിട്ട്, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഇവിടെ ഇത് നിങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം പിന്നീട് ഇവിടെ ഹാപ്പി ഫാമിലി വന്നിട്ടുണ്ട്, സെവൻ ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്, അതുപോലെ ദ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടി ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ലഭിക്കാനുള്ള സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇവിടെ നോക്കി നിൽക്കുന്ന കാര്യം എന്താണ്? വാൻസല്ലേ ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു ആവേശം കൊണ്ടിരിക്കുന്ന കാര്യം, ഇവിടെ ആവേശമാണ്, കോൺഫിഡൻസ് ആയിട്ട് നോക്കി നിൽക്കുകയാണ്. കോൺഫിഡൻസ് ഉണ്ട് ഇവിടെ അത് ലഭിക്കുമെന്നുള്ളതിന്.
അപ്പോൾ അങ്ങനെ ആവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അത് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു കാത്തിരിപ്പാണ് 7 ഓഫ് പെന്റക്കിൾസ്. കാരണം ഇവിടെ സാമ്പത്തികം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഇരട്ടിയായിട്ട് ലഭിക്കാൻ വേണ്ടി. പക്ഷെ ഇവിടെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ കുറച്ച് ക്ഷമയുണ്ട്, അത് വരുമെന്നുള്ള വിചാരമുണ്ട്. മനസ്സിലായോ? ഇവിടെ വരുമെന്നുള്ള തിരിച്ചറിവുണ്ട്. ആ ഒരു തിരിച്ചറിവിലൂടെ അത് സാധ്യമാകും. കാരണം ഗാർഡൻ ആൻഡ് ദ ഗേറ്റ് ആണ്, വരുന്നുണ്ട്, സമൃദ്ധിയും ഐശ്വര്യവും വരുന്നുണ്ട്, സ്ട്രെങ്ത് വരുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്ന സൺ കാർഡാണ്. അപ്പൊ ഇവിടെ എല്ലാ വിധത്തിലുള്ള ഹാപ്പിനെസ്സും ഉണ്ട്. അപ്പൊ ഇവിടെ കാത്തു നിൽക്കുന്ന കാര്യം നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്, അത് ഇവിടെ വരും. കാരണം ഇവിടെ സൺ കാർഡാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു സന്തോഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ആ സാഹചര്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും, ആ സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരും. അതുവഴി നിങ്ങൾക്ക് ഇവിടെ സന്തോഷിക്കാനുള്ള കാര്യമുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ വന്ന് വിവാഹത്തിന് വേണ്ടി ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ ഒരു പ്രഗ്നന്റ് ആയ ലേഡിയെ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ആ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സന്തോഷ വാർത്തയും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ സ്ട്രെങ്ത് നിങ്ങൾക്ക് വേണ്ടുവോളം ഉണ്ട്. കാരണം നിങ്ങൾ അനുഭവത്തിൽ നിന്നും പാഠങ്ങൾ പഠിച്ചു വരികയാണ്. ഒരുപാട് തളർന്നിരുന്നിടത്ത് നിന്നുമാണ് നിങ്ങൾക്കൊരു വളർച്ച വന്നത്. എന്തിനാണ് നിങ്ങളെ തളർക്കുന്നത് അല്ലെങ്കിൽ തളർത്തുന്നത്? എന്തിനാണ് യൂണിവേഴ്സ്? പല കാര്യങ്ങളിലും യൂണിവേഴ്സ് നിങ്ങളെ തളർത്തും. എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ ഒന്ന് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി. ആ തളർച്ചയിൽ നിന്നുമാണ് നിങ്ങൾക്ക് വളർച്ചയുണ്ടാവുന്നത്. മനസ്സിലായ? ഒരിക്കലും പരാജയമില്ലാത്ത വ്യക്തികൾക്ക് ഒരിക്കലും വിജയം വരില്ല. ഏതെങ്കിലും ഒരു പരാജയത്തിൽ നിന്ന് വിജയം വന്നുവെങ്കിലേ ആ വിജയത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ മുന്നോട്ട് വന്ന് കുറച്ചുകൂടി സ്ട്രെങ്ത് കൈവരിച്ച് അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരികയാണ് ഇവിടെ ചെയ്യുന്നത്. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലേക്കും പോകാൻ സാധിക്കും. അത് നിങ്ങളിലേക്ക് വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാനുള്ള എനർജി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് കാളിദേവിയുടെ മെസ്സേജ് എന്താണെന്നൊന്ന് നോക്കാവേ. ഭദ്രകാളി ദേവി നിങ്ങൾക്ക് തരുന്ന മെസ്സേജാണ് ഫൊർഗീവ്നെസ്. കണ്ടില്ല, അത്യാവശ്യ കാര്യമാണ്. ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ കർമ്മയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദേവിയുടെ അനുഗ്രഹം. മനസ്സിലായോ? ഒരുപാട് കർമ്മ ചെയ്യുന്നവരാണ് കുറേ അധികം പ്രശ്നത്തിൽ പെട്ടുഴലുന്നത്. ആ പ്രശ്നങ്ങളിൽ പെട്ടുഴലുന്നവരെ രക്ഷപ്പെടുത്തുന്നത് ആരാണ്? ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ദേവിയാണ് എല്ലാവർക്കും ഇവിടെ എന്താ മുക്തി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ അനുഗ്രഹം കൊടുക്കുന്നത് കൂടുതലായിട്ടും. അതുകൊണ്ട് നിങ്ങൾ മുൻപ് ചെയ്ത കുറ്റങ്ങൾ ഉണ്ടാവും. തെറ്റുകൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്യാം. അതിനൊക്കെയുള്ള ഫലമാണ് നിങ്ങൾ ഈ ഒരു ജന്മത്തെ അനുഭവിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ആ അനുഭവങ്ങളിൽ നിന്നും കുറച്ച് രക്ഷപ്പെടാൻ വേണ്ടി തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഫൊർഗിവ്നെസ് പറഞ്ഞേ മതിയാവൂ. ഐ ആം സോറി, പ്ലീസ് ഫൊർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. മനസ്സിലായി? നിങ്ങൾ ദേവിയെ ഉപാസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഭദ്രകാളിയുടെ മന്ത്രം ജപിക്കാവുന്നതും ആണ്. ഇംപ്രൂവിങ് ഹെൽത്ത്, നിങ്ങൾക്ക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യൂ എന്നും പറയുന്നുണ്ട്. ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. മെഡിറ്റേഷനിലൂടെ ഹെൽത്ത് നിങ്ങൾക്ക് ഒരുപാട് ഇംപ്രൂവ് ആക്കി എടുക്കാൻ പറ്റും. ഈ സമയത്ത് നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ അനുഗ്രഹം ലഭിക്കുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ഇവിടെ ബി അസർട്ടീവ്, തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ്? ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കൂ എന്നാണ് പറയുന്നത്. ഇവിടെ ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ട്, യൂണിവേഴ്സിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്, ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.